ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 24 വിശുദ്ധ ഡൊണേഷ്യസിൻ്റെയും റൊഗേഷ്യസിൻ്റെയും തിരുനാൾ. ബ്രിട്ടനിൽ നാന്തൂസ് എന്ന പ്രദേശത്ത് ജീവിച്ചു വന്ന 2 കുലീന സഹോദരന്മാരാണ് ഇവർ. ഡൊണേഷ്യൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് മാതൃകാപരമായി ജീവിക്കുന്നത് കണ്ട് സഹോദരൻ റൊഗേഷ്യനും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക രക്തസാക്ഷിത്വത്തിലേക്കുള്ള സമർപ്പണം തന്നെയായിരുന്നു. ഡൊണേഷ്യൻ റൊഗേഷ്യനെ ക്രിസ്ത്യാനിയാക്കി എന്ന കുറ്റത്തിന് ഗവർണർ 2 പേരെയും ജയിലിലടച്ചു. ചങ്ങലകൾ കൊണ്ട് അവർ ബന്ധിതരായി. ദേവന്മാരെ പൂജിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യവും സ്ഥാനമാനങ്ങളും ഗവർണർ വാഗ്ദാനം ചെയ്തു. ജ്ഞാനസ്നാനം സാധിച്ചില്ലല്ലോ എന്ന് റൊഗേഷ്യൻ ഖേദിച്ചു. സഹോദരന്റെ സമാധാന ചുംബനം മതിയാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അവൻ്റെ വിശ്വാസം ജ്ഞാനസ്നാനത്തിൻ്റെ ഭാഗം നിർവഹിക്കുമാറാകട്ടെ എന്ന് ഡൊണേഷ്യൻ പ്രാർത്ഥിച്ചു. ആ രാത്രി 2 പേരും തീക്ഷ്ണമായി പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ ന്യായാധിപൻ അവരെ വിളിച്ചു. തങ്ങൾ ക്രിസ്തുവിനെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണെന്ന് പ്രസ്താവിച്ചു. ഉടനെ 2 പേരെയും പീഡന യന്ത്രത്തിൽ കിടത്തി ശരീരം വലിച്ചു കീറി. അനന്തരം കരങ്ങൾ ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ രക്തത്താലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച നെഗേഷ്യനും ഡൊണേഷ്യനും രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധരായ സഹോദരങ്ങളെ, ഞങ്ങളെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.